നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ഒക്ടോബർ 21, 22, 23 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഒക്ടോബർ 21 രാവിലെ 9:36 AM മുതൽ ഒക്ടോബർ 23 രാത്രി 10:05 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ ഇത് 12 രാശിക്കാരുടെ ദിനഫലങ്ങളും പറയുന്നുണ്ട്, രാശിഫലങ്ങളും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന ആചാരമുണ്ട്. അത് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല, പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ആദ്യം മേടം രാശി നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. സൂര്യൻ, ചൊവ്വ, ശനി, ബുധൻ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതം എടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് 3 ഗ്രഹങ്ങൾ മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത്. അതുപോലെ തന്നെ 2 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും നിൽക്കുന്നു. ഇവർക്ക് കാര്യമായ നേട്ടങ്ങളൊന്നുമില്ലാത്ത ദിവസങ്ങളാണ്. എന്നാൽ ദോഷാധിക്യം അത്യാവശ്യം ഉണ്ട്. പക്ഷേ അത് നമ്മൾ ക്ഷേത്രദർശനവും വഴിപാടുകളും മന്ത്രജപങ്ങളും ഒക്കെ നടത്തി കഴിഞ്ഞാൽ ആ ചെറിയൊരു ദോഷാധിക്യം പറയാവുന്നത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇവിടെ കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നുമില്ലാത്ത ഒരു ദിവസമാണ്. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. കാരണം പ്രധാനമായിട്ടും ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഗ്രഹങ്ങളൊന്നുമില്ല. 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. പക്ഷേ അനുകൂലമായിട്ട് 6 ഗ്രഹങ്ങളുണ്ട്. അതിൽ 3 പാപഗ്രഹങ്ങളാണ്: ശനി, ചൊവ്വ, സൂര്യൻ. അപ്പോൾ ഇവർക്ക് കൂടുതൽ നേട്ടം ഉണ്ടാകുന്ന ദിവസങ്ങൾ തന്നെയാണ്. പ്രധാനമായിട്ടും അത് ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട്. സാങ്കേതിക മികവ് കൊണ്ട്, പ്രത്യേകിച്ച് വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ഈ 3 ദിവസങ്ങൾ 3 വർക്കിംഗ് ഡേയ്സ് വരികയാണ്. ഓക്കെ, ഒരു ദിവസം രാവിലെ തുടങ്ങി 3ാമത്തെ ദിവസം രാത്രിയിൽ അവസാനിക്കുന്ന ആ വർക്കിംഗ് അവേഴ്സിൽ ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. അതിൽ തന്നെ പ്രധാനമായിട്ടും ചൊവ്വയും ശനിയും ഇവർക്ക് അനുകൂലമായിട്ട് വന്നതുകൊണ്ട് ഉറപ്പിച്ച് പറയാം, വാഹന ലാഭം. അത് പുതിയൊരു വാഹനം വാങ്ങിക്കുകയോ, അതല്ലെങ്കിൽ ഉല്ലാസയാത്രകൾക്ക് പോവുകയോ, അതല്ലെങ്കിൽ തീർത്ഥയാത്രകൾക്ക് പോവുകയോ, ചെറിയൊരു ട്രിപ്പിന്, ഒരു പിക്നിക്കിനെങ്കിലും പോകാനുള്ള അവസരം ഈ ദിവസങ്ങളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. വാഹന ലാഭം പ്രത്യേകിച്ച് ഞങ്ങൾ എടുത്തു പറയുന്നു. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും പൊതുരംഗത്തും ഒക്കെ, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും. കാര്യം ചൊവ്വ, ശനി, സൂര്യൻ ഇവ അതിനുള്ള അവസരം ഒരുക്കിത്തരും.
നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അതൊക്കെ മറികടക്കാൻ പറ്റും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. സൂര്യനും ചൊവ്വയും ഒരുമിച്ച് അനുകൂലമായതിനാൽ പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഏതെങ്കിലും പൂർവികരുടെ ആയിട്ട് കണക്ട് ചെയ്ത് ഏതെങ്കിലും തരത്തിലൊരു നേട്ടം ഉണ്ടാകാൻ സാധ്യത ഡെഫിനറ്റായിട്ടുമുണ്ട്. കാര്യം സൂര്യനും ചൊവ്വയും അനുകൂലം. ഓക്കെ. സന്താന നേട്ടം, പിതൃഗുണം, തൊഴിൽ ലാഭം. ഈ തുലാമാസം മുഴുവൻ ഇവർക്ക് ഇടവൻ രാശിക്ക് തൊഴിൽ ലാഭം ഉണ്ടാകുക തന്നെ ചെയ്യും. പിതൃഗുണം, പിന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. പൊതുവെ ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർത ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ശനി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 4 ഗ്രഹങ്ങൾ മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമെങ്കിലും ഞങ്ങൾ ഗുണാധിക്യം പറയുന്നു. ഇവർക്ക് വ്യാഴം 2ാം ഭാവത്തിൽ ധനസ്ഥാനത്തേക്കാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ഈയിടെ വ്യാഴം മാറിയല്ലോ. അപ്പോൾ അത് ഏകദേശം ഡിസംബർ 5 വരെ തുടരും. അത് ഇവർക്ക് നേട്ടം തന്നെയാണ്. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ. പിന്നെ ഇവർ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുന്നത് നന്നായിരിക്കും. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി കർക്കിടകം രാശി. ശുക്രൻ, ബുധൻ ഇവ അനുകൂലമായിട്ട് നിൽക്കുന്നു. അതേസമയം വ്യാഴം, ചൊവ്വ, സർപ്പം ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലവുമാണ്. ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ കാര്യം പറയുന്നു. പൊതുവെ ഇവർക്ക് കലാസാഹിത്യ രംഗത്ത്, ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഇവർ ആഴ്ചയിൽ 7 ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് നന്നായിരിക്കും. ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ചിങ്ങം രാശി. ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ മകം, പൂര, ഉത്രം ആദ്യ പാദം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് തൊഴിൽ ലാഭം ഈ തുലാമാസം മുഴുക്കെ ഉണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം, പിതൃസ്വത്ത് ലഭിക്കാം. അല്ലെങ്കിൽ ആ നേരത്തെ കിട്ടിയ പിതൃസ്വത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. കലാസാഹിത്യ രംഗത്ത് ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. തൊഴിൽ ലാഭം, സന്താന നേട്ടം, പിതൃഗുണം ഇവയൊക്കെ അനുഭവത്തിൽ വരും. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഇവർക്ക് ശനിയും വ്യാഴവും പ്രതികൂലമാണ്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കന്നിരാശി. ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, അസാമാന്യമായ ദൈവാധീനം ഉണ്ടാവും. കാരണം 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തേക്കാണ് വ്യാഴം ഇപ്പോൾ രാശി മാറിയേക്കുന്നത്. അതും ഉച്ചരാശിയിലേക്ക്. തീർച്ചയായിട്ടും ഇവർക്ക് നേട്ടങ്ങൾ
ഘോഷയാത്രയായിട്ട് വരുന്ന ആണ് ഞങ്ങൾ പ്രവചിക്കുന്നത്. ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇനി തുലാം രാശി. ചിത്തിര അവസാനം 2 പാദം, ചോതി വിശാഖ ആദ്യം 3 പാദം. തുലാം രാശിക്ക് ഗുണാധിക്യമാണ്. ഇവിടെ ചന്ദ്രൻ അനുകൂലമായിട്ട് വന്നതുകൊണ്ട് ഗുണാധിക്യം കിട്ടിയിരിക്കുകയാണ്. പിന്നെ 23-ാം തീയതി വരെ ഇവർക്ക് ഈ ദിവസം 23-ാം തീയതി രാത്രി 10 മണി വരെ ചന്ദ്രൻ അനുകൂലമായിരിക്കും. അപ്പോൾ അതിന് അടുത്ത ദിവസം 24-ാം തീയതി ബുധൻ അനുകൂലമായിട്ട് വരും. അപ്പോൾ എന്തായാലും തുലാം രാശിക്ക് ഒരു 2 ദിവസമാണ് ഈ 19-20 മാത്രമാണ് ഞാൻ ഗുണദോഷ സമ്മിശ്രമായിട്ട് പറഞ്ഞിട്ടുള്ളത്, ഏതാണ്ട് 8 മാസത്തിനിടയ്ക്ക്. അപ്പോൾ അത് ഇവിടെ ചന്ദ്രൻ 23-ാം തീയതി രാത്രി മാറുന്നു, അനുകൂലമല്ലാതാവുന്നു. പക്ഷേ 24-ാം തീയതി ബുധൻ വരുന്നു. അപ്പോൾ അവിടെ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഇനി കുറച്ച് കാലം ഗുണാധിക്യം തന്നെ ആയിരിക്കും തുലാം രാശിക്ക്. ഇവിടെ ഈ ദിവസങ്ങളിൽ ബുധനും ചൊവ്വയും സൂര്യനും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അഗ്നിഭയം, അതുപോലെ തന്നെ വാഹനങ്ങൾ സൂക്ഷിച്ചോടിക്കുക, ദേഹാസ്വാസ്ഥ്യം, മാനസിക അസ്വാസ്ഥ്യം ഒക്കെ ഉണ്ടാവാം. തൊഴിൽപരമായിട്ട് പ്രശ്നങ്ങളുണ്ടാവാം. സൂര്യൻ ഇവിടെ പ്രതികൂലമാണ്, ചൊവ്വയും പ്രതികൂലമാണ്. അപ്പോൾ അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല. 4 ഗ്രഹങ്ങൾ വരുന്നു. അതുമാത്രമല്ല, ഈ ചന്ദ്രൻ ഇവിടെ 4 വന്നുകൊണ്ട് കുറച്ച് ശുഭത്വം ഇവർക്ക് എല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ 21, 22, 23 തീയതികളിൽ ചെറിയ ഒരാശ്വാസം കിട്ടുന്നതാണ്. എന്നാൽ തന്നെയും പൊതുവെ തുലാം രാശിക്ക് 5 ഗ്രഹങ്ങൾ ഇവിടെ അനുകൂലമായതുകൊണ്ട് ഞങ്ങൾ ഗുണാധിക്യം പറയുകയാണ്. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ശനി അനുകൂലമായതിനാൽ വിജയസാധ്യത എല്ലാ രംഗത്തും ഇവർക്ക് കൂടെ ഉണ്ടാവും, ദൈവാധീനം ഉണ്ടാവും. സാങ്കേതിക മികവുമുണ്ട്, കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും. പൊതുവെ തുലാം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. അവർക്കും ഈ സൂര്യൻ, ബുധൻ, ചൊവ്വ, ചന്ദ്രൻ ഇവ 12-ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു, വ്യയസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഈ ദിവസങ്ങളിൽ പുതുതായിട്ടൊന്നും പാടില്ല. ശിവക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ, തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. വ്യാഴം ഇവിടെ 9-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ദൈവാധീനം വർദ്ധിക്കും, ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും, പുതിയ സുഹൃത്തുക്കളെ കിട്ടും, അതുവഴി നേട്ടമുണ്ടാവും. പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി. മൂലം, പൂരാട, ഉത്രാടം ആദ്യപാദം. ധനുരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. 6 ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് വന്നു നിൽക്കുന്നു. എങ്കിലും ശനിയും വ്യാഴവും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്, പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്, സന്താന നേട്ടം, പിതൃഗുണം,
ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, ബൗദ്ധിക മേഖലയിൽ നേട്ടം, നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ. ധനുരാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. കാര്യമായ പ്രതികൂലാവസ്ഥ ഒരു ഗ്രഹത്തിനുമില്ല. അപ്പോൾ അത്യധികം ഇടിവെട്ട് സൗഭാഗ്യമാണ് മകരരാശിക്ക് ഞങ്ങൾ ഈ 3 ദിവസം പറയുന്നത്. ശനി, വ്യാഴവും മിക്കവാറും 7 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. എല്ലാ കാര്യത്തിലും ഒരു വിജയസാധ്യത, നിങ്ങൾ ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. സാങ്കേതിക മികവ് കൊണ്ട് നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. വാഹന ലാഭം, അതായത് തീർത്ഥയാത്രകൾക്കോ ഉല്ലാസയാത്രകൾക്കോ ഒക്കെ പോകാം. അതുമാത്രമല്ല, പുതുതായിട്ട് ഒരു വാഹനം വാങ്ങിക്കുകയോ അതുപോലെ തന്നെ ഗൃഹം, പുതിയ വീട്, അങ്ങനെയൊക്കെയുള്ള ഭൗതിക നേട്ടങ്ങൾ, ഭൗതികമായ സുഖങ്ങൾ ഇവർക്ക് നല്ല രീതിയിലുണ്ടാവും. അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും. അതുപോലെ തന്നെ പൂർവിക സ്വത്ത് ലഭിക്കാം. സന്താന നേട്ടം, തൊഴിൽപരമായിട്ട് നേട്ടം, അത് ഈ തുലാമാസം മുഴുവൻ ഉണ്ടാവും. പിന്നെ 10ാം ഭാവത്തിലാണ് ഇവിടെ ഈ ദിവസങ്ങളിൽ 4 ഗ്രഹങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കർമ്മ രംഗത്ത്, തൊഴിൽ രംഗത്ത് ഒരു തിരക്ക് പിടിച്ച അവസ്ഥയായിരിക്കും. പക്ഷേ അതുവഴി നിങ്ങൾക്ക് നേട്ടങ്ങൾ കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. അല്പം ശാരീരികവും മാനസികവുമായിട്ടുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടാവും. എങ്കിലും അതെല്ലാം തന്നെ ഗുണത്തിൽ വന്ന് കലാശിക്കും. ഇവർക്ക് നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അതൊക്കെ മറികടക്കാൻ പറ്റും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഭക്ഷണസുഖം, ശയനസുഖം, ആഭരണ ലാഭം, വസ്ത്രലാഭം, ഇതെല്ലാം തന്നെ ഇവർക്ക് ലഭിക്കും. പൊതുവെ മകരം രാശിക്ക് ഇടിവെട്ട സൗഭാഗ്യമാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പറയുന്നത്. കാര്യമായ ഗ്രഹങ്ങളൊന്നും തന്നെ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടില്ല. ഇനി കുംഭം രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരുരുട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് പറയുന്നത്. 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ഒരു ഗ്രഹം മാത്രമേ ഡയറക്റ്റായിട്ട് അനുകൂലമുള്ളതെങ്കിലും ഞങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലങ്ങൾ പറയുന്നു. 3 ഗ്രഹങ്ങൾ പ്രതികൂലമാണ്: വ്യാഴം, ശനി, സർപ്പം. അപ്പോൾ ആഴ്ചയിൽ 7 ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് പൊതുവെ ധനവരവൊക്കെ ഉണ്ടാവും. കലാസാഹിത്യ രംഗങ്ങളിൽ നേട്ടമുണ്ടാവും. ബന്ധങ്ങളൊക്കെ ഊഷ്മളമാവും. എങ്കിലും പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ ഫലം പറയുന്നു. ഇനി മീനം രാശി. പൂരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. മീനം രാശിക്ക് 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. എങ്കിലും വ്യാഴത്തിൻ്റെ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടുന്നു 45 ദിവസം. അപ്പോൾ പ്രണയ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള അവസരമൊരുങ്ങും. ഭൗതിക സുഖങ്ങൾ, ബൗദ്ധിക മേഖലയിൽ നേട്ടം, ഭൗതിക സുഖങ്ങൾ. പൊതുവെ മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, തിങ്കളാഴ്ചയും ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 21, 22, 23 തീയതികളിൽ രാവിലെ 4:44 AM മുതൽ
രാവിലെ 5:32 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 21, 22, 23 തീയതികളിൽ. അഭിജിത്ത് മുഹൂർത്തം 22-ാം തീയതി ഇല്ല. 21, 23 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം രാവിലെ 11:47 AM മുതൽ ഉച്ചയ്ക്ക് 12:34 PM വരെയാണ് 21, 23 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. 21-ാം തീയതി വൈകിട്ട് 3:06 PM മുതൽ വൈകിട്ട് 4:34 PM വരെയാണ് 21-ാം തീയതി രാഹുകാലം. 22-ാം തീയതി ഉച്ചയ്ക്ക് 12:11 PM മുതൽ ഉച്ചയ്ക്ക് 1:39 PM വരെയാണ് 22-ാം തീയതി രാഹുകാലം. 23-ാം തീയതി ഉച്ചയ്ക്ക് 1:38 PM മുതൽ ഉച്ചയ്ക്ക് 3:06 PM വരെയാണ് 23-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, യാത്രകൾ ഒഴിവാക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ. 21-10-2025 4 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 3, 2, 1, 9, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 22-10-2025 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 4, 2, 9, 8, 1 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 23-10-2025 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 5, 2, 3, 9, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. കഴിഞ്ഞ ദിവസം 20-10-2025 3 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. അത് ഞാൻ തെറ്റായിട്ട് 4 എന്ന് പറഞ്ഞിരുന്നു. അതിവിടെ എഴുതിയപ്പോൾ ഡേറ്റ് എഴുതിയപ്പോൾ 20-10 എന്നുള്ളതിന് വരെ 20-20 എന്ന് എഴുതിപ്പോയി, തെറ്റിപ്പോയതാണ്. അപ്പോൾ ബാക്കി എല്ലാ നമ്പരും കറക്റ്റ് തന്നെ. 20-ാം തീയതി ഭാഗ്യസംഖ്യകൾ 3, 2, 9, 8, 1, 0, 5 ഇതൊക്കെ ഭാഗ്യസംഖ്യകളാണ്. അത് 20-ാം തീയതി. അത് ഞാൻ വീഡിയോ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് തിരുത്ത് ഇട്ടിട്ടുണ്ട്. അത് നോക്കുക, ശരിയായിട്ട് കാണാം. ഓക്കെ. ഇനി ഭാഗ്യ നിറങ്ങൾ. 21-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ്, 22-ാം തീയതി ബുധനാഴ്ച പച്ച, 23-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും ദീപാവലി ആശംസകൾ. അതുപോലെ തന്നെ സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.